കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്തെന്നല്ലേ, വായ്നാറ്റം എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ വായ്നാറ്റം. ഈ വായ്നാറ്റത്തിന് മരുന്നുകൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങിച്ച് വായ് കുപ്പിളിച്ചൊക്കെ കളയും. അതൊന്നും കൊണ്ട് ഒരു വായ്നാറ്റം മാറത്തില്ല. അത് കുടലിൽ നിന്നുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ വായ്നാറ്റം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കാനും, പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പോൾ നാട്ടുമരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഉപയോഗിക്കുന്ന മരുന്നാണിത്. ഇത് എളുപ്പ വഴിയിൽ വായ്നാറ്റം മാറാം. പിന്നെ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായ്നാറ്റം വരത്തില്ല. ഈ മോണ പഴുക്കുന്നതെല്ലാം മാറിപ്പോവും. കൊണ്ട് സമയം കളയുന്നില്ല. ഞാൻ പറയുന്ന പേരയില ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിലൊക്കെ പേരയില ഉണ്ടോ? അതുപോലെ ഈ പേരയില എടുത്ത് തിളർന്നില എടുക്കുക. ഇതുപോലെ ഒരു 2 or 3 തിളർന്നില എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നയക്കുക. അത് ശകല ഉപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വായിലിട്ട് ചവച്ചരയ്ക്കുക. നന്നായിട്ട് ചവച്ചരച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പല്ലൊക്കെ നന്നായിട്ട് എല്ലായിടം തേച്ച് പിടിപ്പിക്കുമ്പോൾ ഈ വായ്നാറ്റം എല്ലാം മാറിക്കിട്ടും. ഊന് പഴുക്കുന്നത്, വായ്നാറ്റം എല്ലാം മാറിക്കിട്ടി നല്ല സൂപ്പറായിട്ട് നമുക്ക് എല്ലാവരുടെ സംസാരിക്കാൻ പറ്റും. ഒരുപാട് പേരിങ്ങനെ സംസാരിക്കുമ്പം കൂടുതലധികം സംസാരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ വായി തുറന്ന് സംസാരിക്കുമ്പോൾ നാറുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് മരുന്നാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇതിന് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട. ശകല ഉപ്പും, നമ്മൾ കോൾഗേറ്റിട്ട് പല്ല് തേച്ചിട്ട് ശകല ഉപ്പും ഈ ഇതും കൂടി വെച്ചിട്ട് നന്നായിട്ട് ചവച്ചരച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വായ്നാറ്റം മാറിക്കിട്ടും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതാണ്. ഓക്കെ, ബൈ.